ആലപ്പുഴയിൽ നിന്ന് ഷൈജു കൂടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, കണ്ടെയ്നർ ആലപ്പുഴയിലും എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും കൊല്ലത്തെത്തി അത്ര ഇല്ലെങ്കിൽ പോലും അവിടെയും കണ്ടെയ്നറുകൾ എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇപ്പോഴും നൽകുന്നില്ല അധികൃതർ എന്നുള്ളത് കൂടിയാണ്. ആലപ്പുഴയിൽ എവിടെയാണ് കണ്ടെയ്നർ എത്തിയിട്ടുള്ളത്, എന്തൊക്കെ വിവരങ്ങളുണ്ട്, ആളുകളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണോ? കണ്ടെയ്നറുകൾ കൂട്ടിക്കടിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കണ്ടെയ്നറുകൾ ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് അതിൽ ഉള്ള വസ്തുവകകൾ കടലിലേക്ക് ഒഴുകുന്ന നിലയിലായിരുന്നു കണ്ടെയ്നർ കണ്ടത്. കണ്ടെയ്നർ കണ്ട സ്ഥലത്തേക്ക് ജനങ്ങൾ കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും കളക്ടർ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പരിശോധിക്കുകയും ചെയ്തു. കസ്റ്റംസിന് വിവരം അറിയിച്ചിരിക്കുകയാണ്. 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചുവെന്ന വിവരമുണ്ടെന്നും ചില കണ്ടെയ്നറുകൾക്ക് മുകളിൽ അപായ സിഗ്നലുകൾ ഉണ്ടെന്നും ആണ്. അതുകൊണ്ട് വലിയഴീക്കൽ കണ്ടെത്തിയ സിഗ്നൽ, ഈ കണ്ടെയ്നറിന് മുകളിൽ അപായ സിഗ്നൽ ഉണ്ട് എന്നാണ്. ഇത് കസ്റ്റംസ് എത്തി പരിശോധിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടാകാൻ കഴിയൂ എന്നാണ്. അതുകൊണ്ട് കർശനമായി 200 മീറ്റർ അകലം പാലിക്കണം എന്ന ഒരു നിർദ്ദേശം കളക്ടർ ഭാഗത്തുനിന്നുണ്ട്. മറ്റു ഒരു കണ്ടെയ്നറും ഈ ആലപ്പുഴ തീരത്ത് ഇതുവരെയും അടിഞ്ഞിട്ടില്ല എന്നാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് അടിയുന്നു എന്ന വിവരം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്ന സ്ഥിതിയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 2 കണ്ടെയ്നറുകൾ കൂട്ടിക്കടുപ്പിച്ച് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഇത് വന്നത്. ഇതിനകത്ത് നിന്ന് ടെക്സ്റ്റൈൽ വസ്തുക്കൾ പോലെയുള്ള കാര്യങ്ങൾ, അതായത് ചുവന്ന നിറത്തിലുള്ള വസ്തുക്കൾ പുറത്തേക്ക് ഒഴുകി പരക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. വസ്ത്രങ്ങളാണ് എന്നാണ്, ബൾഗേറിയൻ നിർമ്മിത വസ്ത്രങ്ങളാണ് എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കസ്റ്റംസ് വന്ന് സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ എന്താണ് വസ്തു എന്നറിയാൻ സാധിക്കുക. ഏതായാലും ജനങ്ങളെ അവിടെ നിന്ന് മാറ്റി കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴ വലിയഴീക്കൽ തറയിൽ കടവ് ഭാഗത്തുള്ളത്.